നമസ്കാരം. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യൻ 2 എന്ന് പറയുന്ന ആ ഒരു ചിത്രം റിലീസിങ്ങിന് ശേഷം ഒത്തിരി നെഗറ്റീവുകൾ ഉള്ള വീഡിയോ മാത്രമാണ് നമ്മളിതുവരെ കണ്ടിരിക്കുന്നത്. പോസിറ്റീവുള്ള കുറച്ച് പ്രേക്ഷകർ നമുക്ക് കിട്ടിയാണ്. തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ നമുക്ക് കണ്ടു നോക്കാം. ഉലകനായകന്റെ പൊളിപ്പണം എങ്ങനെ പോയാലും 150 കോടി ക്രോസ് ചെയ്യും. അഥവാ 150 കോടി ക്രോസ് ചെയ്തില്ലെങ്കിലും മിച്ചം ഒരു 50 കോടി എന്നാലും നമ്മൾ ഫണ്ടിട്ട് കൊടുക്കാനും തയ്യാറാണ് നമ്മൾ ഫാൻസ്. അപ്പൊ ഈ പൊളിപ്പണം എന്തുകൊണ്ടും ഇത് ഒരു ന്യൂ ജനറേഷൻ പിള്ളേർക്ക് കാണാൻ പറ്റിയ എന്ന് പറഞ്ഞാൽ അവർക്ക് പറ്റിയ ഒരു ഐഡിയോളജി ഉള്ള ഒരു പടം. ഏതൊരു ജനറേഷനിലും സ്വീകരിക്കാൻ പറ്റിയ ഒരു കണ്ടന്റ് ആണോ ഈ ഒരു ചിത്രത്തിൽ എത്തിച്ചിരിക്കുന്നത്? ഏതൊരു ജനറേഷനും അത് ഇതിലെ കണ്ടന്റ് ഇതിലെ ആശയം സ്വീകരിക്കാം. നല്ല ഒരു ആശയമാണ് എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആശയമാണ്, നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ടുള്ള ആശയമാണ്, ഈ കറപ്ഷന് എതിരായിട്ടുള്ള ഒരു ആശയമാണ്, അഴിമതി വിരുദ്ധമായ ഒരു ആശയമാണ്. ഇത് എല്ലാവർക്കും കാണാൻ കണ്ട് വിലയിരുത്താൻ നല്ലൊരു മോറൽ പറയുന്ന ഒരു സിനിമയാണ്. സാധാ ഒരു കുടുംബത്തിലെ ഒരു വ്യക്തിക്ക് സ്വീകാര്യമാകുന്ന നിയമങ്ങൾക്കെതിരെ പ്രവർത്തിക്കുമ്പോൾ അതിനെ അടച്ച് തകർത്ത് കളയുന്ന രീതിയിലാണോ സേനാപതി തിരിച്ചു വന്നിരിക്കുന്നത്? അതെ, ഒരു രാജ്യത്തിന് ആവശ്യമില്ലാത്ത എല്ലാ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെയും സേനാപതി ഇതിൽ അടച്ച് എതിർക്കുന്നു. അപ്പൊ ഈ രാജ്യത്ത് എങ്ങനെ കറപ്ഷൻ ഇല്ലാതാക്കാമെന്ന് പറഞ്ഞു വരുന്ന ഒരു സിനിമയാണ്. ശരിക്കും മൺമറഞ്ഞു പോയ ഒത്തിരി നടന്മാരെ വീണ്ടും തിരികെ കൊണ്ടുവന്നത് അതിനെന്താണ് ശങ്കർ സാറിന് ഒരു സല്യൂട്ട് കൊടുക്കണം. കാരണം നെടുമുടി വേണിച്ചേട്ടനെ വീണ്ടും നമുക്ക് കാണാൻ സാധിച്ചു. അത് വിഷ്വൽ എഫക്റ്റിന്റെ ഭാഗമായിട്ട് പുള്ളിയെ നമുക്ക് നേരിട്ട് കാണാൻ സാധിച്ചു. മാത്രമല്ല നമ്മുടെ മരിച്ചുപോയ വിവേക് സാർ ഉണ്ടല്ലോ തമിഴ്നാട്, അദ്ദേഹത്തെ ഈ സിനിമയിൽ കാണാൻ സാധിച്ചു. എനിക്ക് തോന്നുന്നു പറയാം അദ്ദേഹത്തിന്റെ ഈ ഒരു ലാസ്റ്റ് ഫിലിം ആയിരിക്കും ഇത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അടിപൊളി പടം, എന്തുകൊണ്ടും ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് തരുന്നതും ഒരു നല്ലൊരു മോഡൽ പറയുന്നതും ആയിട്ടുള്ള ഒരു ന്യൂ ജനറേഷനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അടിപൊളി കഥ. സാങ്കേതിക വിദ്യയിലൂടെ മാത്രമല്ല വളരെ വലിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചിരിക്കുന്ന ഈ ഒരു ചിത്രം ഹിറ്റ് ചാർട്ടിലെത്തുമെന്ന് 100% വോൾട്ടേജിൽ പറയാവോ? ഹിറ്റ് ചാർട്ടിലെത്തുക ഒരു സിറ്റിസൺ പൊളിക്കുമോ? കൽക്കിയെ പൊളിക്കും, അതിക്ക് മേലെ പോവോ? കൽക്കിയൊക്കെ എന്തിരി കൽക്കിനെയൊക്കെ പൊളിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കൽക്കി എങ്ങനെ പോയാലും കൽക്കിയുടെ ഒരു കഥാ ആശയം ഇത് വേറൊരാശയം, ഇത് വേറൊരു ലെവൽ എന്ന് പറഞ്ഞാൽ വേറൊരു ലെവൽ പെർഫോമൻസ് കൊണ്ടും ഒരു ഐഡിയോളജിക്കൽ കൺസെപ്റ്റ് കൊണ്ടും ഇതൊരു വേറൊരു ലെവലിലോട്ട് നിൽക്കുന്ന ഒരു പടമാണ്. എല്ലാ വീഡിയോസിലും ചോദിക്കുന്നത് പോലെ തന്നെ AR റഹ്മാൻ എന്ന് പറഞ്ഞ ആ ഒരു മ്യൂസിക് മാജിഷ്യനെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ആദ്യ ഭാഗത്തെ AR റഹ്മാൻ എന്ന് പറയുന്ന ആ ഒരു മ്യൂസിക് മാജിഷ്യനെ ആണോ അല്ലെങ്കിൽ അനിരുദ്ധ് എന്ന് പറയുന്ന ഈ ഒരു കാലഘട്ടത്തിലെ മ്യൂസിഷ്യനെ ആണോ ഇഷ്ടപ്പെട്ടത്? ഇതിപ്പോ ഇവര് രണ്ടുപേരും ഒരു കോയിൻ സൈഡ് എന്ന് പറഞ്ഞു. ഇവര് രണ്ടുപേരും രണ്ട് കാലഘട്ടം, രണ്ടുപേരും തമിഴ് സിനിമയ്ക്ക് അനിവാര്യമാണ്. ഇതിലെ ഒത്തിരി പ്രേക്ഷകർ പറയുന്നുണ്ട്, അതായത് ആദ്യ കാലഘട്ടത്തെ കുറിച്ച് ജനറേഷൻ പറയുന്നുണ്ട് AR റഹ്മാൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുടെ മ്യൂസിക് മനസ്സിൽ നിന്നും പോകുന്നില്ല. അനിരുദ്ധ് എന്ന് പറയുന്ന ഈ ഒരു മ്യൂസീഷ്യന്റെ ഏതാനും കുറച്ച് മണിക്കൂറുകളോ ഒരു മാസത്തിൽ കൂടുതലോ നിൽക്കുന്നില്ല എന്നാണ് പറയുന്നത്. അതിനെ കുറിച്ച് എന്താ പറയുന്നത്? അല്ല, ഇത് റഹ്മാന്റെ വേറൊരു തരം, ഇത് അനിരുദ്ധിന്റെ വേറൊരു തരം. രണ്ടും നമ്മൾ ക്ലാസിഫൈ ചെയ്ത് നോക്കിയാൽ ഈക്വൽ തട്ട്, മാരാവുന്ന തട്ട് താഴെയിരിക്കും, ആ ഡയലോഗ് ഇല്ല, എല്ലാം തുല്യമായിട്ടുള്ള ഈക്വൽ. തീർച്ചയായും സേനാപതി പൊളിച്ചു. ഇത് 150 കോടി കവർ ചെയ്യും. ആ ഒരു പ്രേക്ഷകൻ കമലഹാസൻ, അത് ഉലകനായകൻ കമലഹാസന്റെ ഫാനാണെന്നാണ് തോന്നുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞത് ഈ ഒരു ചിത്രം 150 കോടി കവർ ചെയ്യുമെന്ന് ഉറപ്പ് നൽകിയിരിക്കുകയാണ്. എങ്ങനെയാണ് ഉലകനായകൻ കമലഹാസന്റെ ഈ ഒരു ചിത്രം പ്രേക്ഷകരുടെ മനസ്സിൽ ആഴ്ന്നിറങ്ങിയിട്ടുണ്ട്? കൈക്കൂലി മേടിക്കുന്നവരെ മനസ്സിലേക്ക് കൈക്കൂലി, ലഞ്ചം, അതാണ് ഉദ്ദേശിച്ചത്. കാരണം വേറെ ഒന്നല്ല, ഈ നമ്മുടെ ഇന്ത്യ ഒരു അഴിമതി മുക്ത ഇന്ത്യയായിട്ട് മാറട്ടെ എന്ന്, അഴിമതി മുക്ത കേരളം എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അഴിമതി മുക്ത ഇന്ത്യ എന്ന് ആഗ്രഹിക്കുന്നു. കാരണം വേറെ ഒന്നല്ല, ഈ പടത്തില് അഴിമതിനെ കുറിച്ച് നന്നായിട്ട് വരച്ചു കാണിച്ചിട്ടുണ്ട്. ആ ഒരു ക്വസ്റ്റ്യൻ ശങ്കർ സാറിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നു, അദ്ദേഹത്തിന്റെ ആദ്യ കാലങ്ങളിൽ കുടുംബത്തിൽ ഒത്തിരി പ്രാരാബ്ദമുള്ള സമയത്ത് ഒത്തിരി അനുഭവത്തിലൂടെയാണ് ഞാൻ കടന്നു വന്നത്, ഇതേപോലെ ഓരോ നിമിഷങ്ങളിൽ ഞാൻ കടന്നുപോയി എന്നാണ് പറഞ്ഞത്. അതിനെക്കുറിച്ച് ഒരു സാധാരണക്കാരന്റെ വിഷമം തുറന്നു കാണിക്കുന്ന ഒരു ചിത്രമായിട്ട് തോന്നുന്നു. തീർച്ചയായിട്ടും ഒരു സാധാരണക്കാരനാണ് എന്ത് വന്നാലും അനുഭവിക്കുന്നത്. അവന്റെ കുടുംബത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങളും കാര്യങ്ങളും ഒക്കെ ഈ സിനിമയിലൂടെ വരച്ചു കാണിച്ചിട്ടുണ്ട്. കാരണം ഒരു ജോലി കിട്ടാൻ വേണ്ടി കൈക്കൂലി കൊടുത്ത് അവന്റെ കുടുംബം വിട്ടിരുന്നു. ഹോസ്പിറ്റലായിട്ട് എന്താട്ടെ എവിടെയും കൈക്കൂലി. എന്തായാലും മേടിക്കുന്നവരെ മേടിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ കൊടുക്കുന്നവർക്ക് അതൊരു ആശ്വാസവും. കാരണം അവർ ചോദിക്കുന്നുണ്ടാണല്ലോ ഇവര് കഷ്ടപ്പെട്ട് കൊടുക്കുന്നത്. എന്തായാലും അഴിമതിനെ കുറിച്ച് വരച്ച് ഈ ചിത്രം തീർച്ചയായിട്ടും കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ നമുക്ക് മ്യൂസിക് പറയാൻ പറ്റിയത് AR റഹ്മാന്റെ നമ്മ ഇന്ത്യൻ എന്നുള്ള ആ സിനിമയുടെ അത്ര പാട്ടും ഒന്നും വന്നിട്ടില്ല. ഈ ഒരു ജനറേഷനോട് ചോദിച്ചപ്പോൾ അനിരുദ്ധിനെയാണോ AR റഹ്മാനെയാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് ചോദിച്ചപ്പോൾ തട്ടുപൊളിപ്പം പാട്ട് അനിരുദ്ധിനെയാണ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്,
എന്നാൽ പഴയ ജനറേഷനിലുള്ളവർ പറയുന്നത് AR റഹ്മാനാണ് മാജിഷ്യൻ എന്നാണ്. നമ്മ രണ്ടുപേരും നല്ലത് തന്നെയാണ്. പക്ഷെ നമ്മ ഇന്ത്യൻ എന്ന ആ ചിത്രത്തിൽ AR റഹ്മാൻ സംഗീതം ചെയ്തതിന്റെ അത്രയും ഇതില് അത്ര നമുക്കിപ്പോൾ ഓർക്കാൻ വേണ്ടിയുള്ള ഒരു സംഭവം ഇതിലില്ല. പക്ഷെ ഇന്ത്യൻ എന്നുള്ള ആ സിനിമയിലെ ചിത്രത്തിലെ ഗാനങ്ങളാകട്ടെ മ്യൂസിക് ആകട്ടെ ഇപ്പോഴും നമുക്ക് അത് ആ പേര് കേൾക്കുമ്പോൾ തന്നെ അത് ഓടി വരും. പിന്നെ ഈ സിനിമ ഇപ്പൊ ഇന്ന് ഇറങ്ങിയുള്ളു. പക്ഷെ നമ്മ ഇതിന്റെ സെക്കൻഡ് ആയതുകൊണ്ടാണ് ഉദ്ദേശിച്ചത്. കാലഘട്ടത്തെ അഭിമുഖീകരിച്ചുകൊണ്ട് മാത്രമാണ് അനിരുദ്ധിന് ഈ ഒരു അവസരം ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. അത് എന്തുകൊണ്ടാണെന്നുള്ളത് നമുക്കറിയാൻ പാടില്ല. അത് AR റഹ്മാൻ സാറിനോട് ചോദിച്ചാൽ അറിയില്ല അദ്ദേഹത്തിന് വിളിച്ചു എന്നുള്ളത്. ശങ്കർ സാർ പറഞ്ഞിരുന്നു അദ്ദേഹത്തിന് ഒരു വർക്കിന്റെ തിരക്കിലായിരുന്നു. അതായിരിക്കാം ചിലപ്പോൾ. അല്ലെങ്കിൽ കമ്മിറ്റഡ് ആവേണ്ടതാണ്. അതെ അതെ, പുള്ളിയെ കമ്മിറ്റ് ആവുന്ന അതുകൊണ്ടായിരിക്കാം. കാരണം അതാണ് നമ്മ അവരോട്, കാരണം ഇതിപ്പോ അതിനെ കുറിച്ച് കുറെ ചർച്ചകൾ നടന്നതാണ്. അതെ അതെ അതെ, എന്തായാലും സിനിമ ഇറങ്ങി. ചിത്രം എന്തായാലും വേറെ ലെവലാണ്. അതായത് അഴിമതി, ഇത് കൈക്കൂലി ആണ് ഇതിന്റെ പ്രധാനപ്പെട്ട കഥ ബീജം. കാരണം അതിന്റെ മെയിൻ സബ്ജക്ട് കൊടുത്തതാണ് കൈക്കൂലിനെ കുറിച്ചാണ്. വലിയ വലിയ കോർപ്പറേറ്റീവുകൾ അവരൊക്കെ രക്ഷപ്പെട്ടു പോണേണ്. പക്ഷെ ഇപ്പൊ സാധാരണക്കാരാണ് കൈക്കൂലി കൊടുത്ത്, പിന്നെ അവരുടെ കുടുംബത്തിൽ മേടിക്കുന്നവരുടെ കുടുംബത്തും പ്രയോജനം ഇല്ലെന്നുള്ളത് ഈ സിനിമയിലൂടെ അദ്ദേഹം കാണിച്ചു. എന്തായാലും നല്ലൊരു ചിത്രം എല്ലാവരും വന്നതാണ്. തേർഡിന് വേണ്ടി കട്ട വെയിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് എൻഡിങ് അതേപോലെയാണ് കൊണ്ടുവന്ന് നിർത്തിയേക്കുന്നത്. അപ്പൊ വീണ്ടും നമുക്കൊരു പ്രതീക്ഷ 3 എന്താണ് ഇനി വരാൻ പോകുന്നത് എന്നുള്ള ഒരു ആകാംക്ഷയിൽ നിർത്തിയിട്ടുണ്ട്. ചെറിയൊരു ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ട്. അതിൽ AR റഹ്മാൻ വേണോ അനിരുദ്ധ് വേണോ? AR റഹ്മാൻ തന്നെ വരട്ടെ. അതിന്റെ തുടർച്ചയല്ലേ, ഒരു പടത്തിന്റെ തുടർച്ചയാകുമ്പോൾ അതിലുള്ള അണിയറ പ്രവർത്തകർ തന്നെ വലിയ ഏറ്റവും നല്ലത്. എന്തായാലും നമ്മൾ ഇന്ന് മൺമറഞ്ഞു പോയ നെടുമുടി വേണു സാറിനെ വീണ്ടും തിരികെ അത് വീണ്ടും എടുത്തു പറയേണ്ടതാണ്. ഇപ്പൊ ഇതേപോലെ മൺമറഞ്ഞു പോയവരെ നമുക്ക് വീണ്ടും ചിത്രങ്ങളിലൂടെ വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. കാരണം നന്നായിട്ടുണ്ട്. അതിലും നെടുമുടി ചേട്ടന് നമ്മ പ്രതീക്ഷിച്ചതിലും അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജും സംസാരവും ഒക്കെ കറക്റ്റ് ആയിട്ടുണ്ട്. അതിലൊരു ചെറിയൊരു ക്വസ്റ്റ്യൻ കൂടിയാണ്. പഴയകാല നമ്മുടെ ജയനെ വീണ്ടും തീർച്ചയായിട്ടും അവരൊക്കെ വരട്ടെ. നമ്മുടെ നസീർക്ക്, അതെ തീർച്ചയായിട്ടും. പിന്നെ അവരെ പോലെയുള്ള അഭിനയം ആരെങ്കിലും ഉണ്ടോ? ഇല്ലെന്ന് പറയാനില്ല, മലയാളത്തിലുണ്ട്. പക്ഷെ അവരൊക്കെ നമ്മ മുൻകാലങ്ങളിൽ കണ്ട കഥാപാത്രങ്ങളാണ്. വീണ്ടും ശങ്കർ സാർ ഒരു ഓപ്പർച്യൂണിറ്റി പ്രേക്ഷകർക്ക് നൽകിയിട്ടുണ്ട്. അതായത് അന്യൻ, ഇന്ത്യൻ, ശിവാജി, മുത്തൽവൻ, ഇവർ 4 പേരെയും കൂട്ടിച്ചേർത്ത് ഒരു സിനിമ ഒരുക്കാൻ പോകുന്നു എന്ന് കഴിഞ്ഞ ദിവസം ലുലു മാളിൽ പ്രേക്ഷകർക്ക് വേണ്ടി പറഞ്ഞിട്ടുണ്ട്. വരട്ടെ, തീർച്ചയായിട്ടും വരട്ടെ. എല്ലാവരും ആകാംക്ഷയോടെ, അതിലൊരു പ്രേക്ഷകനായിട്ട് ഞാനും ആകാംക്ഷയായിട്ട് കാത്തിരിക്കുന്നു. അങ്ങനെ ഒരു ചിത്രം വരട്ടെ. അപ്പോൾ ഇന്ത്യൻ 2 എന്ന് പറയുന്ന ആ ഒരു ചിത്രം ഇറങ്ങിയതിന് ശേഷം ഒത്തിരി മീഡിയാസ് നെഗറ്റീവുകൾ നിറച്ച ഒത്തിരി വീഡിയോസ് അടിച്ചിറക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും പ്രേക്ഷകരുടെ പോസിറ്റീവുകൾ ഒന്നും തന്നെ കാണിക്കുന്നില്ല. ആ ഒരു കുറവാണ് ഇന്നിപ്പോൾ നികത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ വീഡിയോസിനടിയിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻസുകൾ ഇടുക. ഐ ആം വെയിറ്റിംഗ്.